ഒരു സുപ്രധാനമായിട്ടുള്ളതും കൗതുകകരവുമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആയത്തുള്ള അലി ഖമനേയിയുടെ ശവസംസ്കാരം. നമുക്കറിയാം, ഖമനേയിയെ അമേരിക്ക കൊന്നുകളഞ്ഞു. അമേരിക്ക കൊന്നുകളഞ്ഞ ഖമനേയിയുടെ മൃതദേഹം ഇപ്പോഴും അവർ സൂക്ഷിക്കുകയാണ് ഇറാൻ. ശവസംസ്കാരം ആഘോഷപൂർവ്വം നടത്താനാണ് ഇറാന്റെ തീരുമാനം എന്നുള്ളതാണ്. ഈ ശവസംസ്കാര ചടങ്ങിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തണം എന്നാണ് ഇപ്പോൾ ഇറാൻ ആഗ്രഹിക്കുന്നത്. നരേന്ദ്രമോദിയെ ഔദ്യോഗികമായി അവർ ക്ഷണിച്ചും കഴിഞ്ഞു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇറാനിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനാണ് ശ്രമം. ഫെബ്രുവരി 28-ന് US ഇസ്രായേൽ ആക്രമണത്തിലാണ് ഖമേനി കൊല്ലപ്പെട്ടത്. 2026 മാർച്ച് 1-ന് ഇറാൻ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ 2026 ജൂലൈ 4-ന് ആരംഭിക്കുകയാണ്. US-മായി ഒരു കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷം തങ്ങളുടെ ശക്തിയുടെയും ഇറാനിയൻ പരമാധികാരത്തിന്റെയും പ്രകടനമായാണ് ഇറാൻ ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. 5 ദിവസത്തിന് ശേഷം 2026 ജൂലൈ 9-ന് ഖമേനിയെ അദ്ദേഹത്തിന്റെ ജന്മനാടായ മഷാദിൽ സംസ്കരിക്കുന്നതോടെ ഇത് അവസാനിക്കും. യുദ്ധം അവസാനിച്ചാൽ ഈ തീയതി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പരിപാടി ഗംഭീരമാക്കാൻ ഇറാൻ എല്ലാ ഒരുക്കങ്ങളും നടത്തുകയാണ്. ഖമേനിയുടെ മൃതദേഹം ജൂലൈ 4, 5 തീയതികളിൽ ടെഹ്റാനിൽ പൊതുദർശനത്തിന് വയ്ക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ടെഹ്റാൻ മേയർ അലിറേസ സഖാനിയുടെ ഔദ്യോഗിക പ്രസ്താവന പ്രകാരം ഖമേനിയുടെ മഹത്തായ ശവസംസ്കാരം വിവിധ നഗരങ്ങളിലായി ആകെ 6 ദിവസം നീണ്ടു നിൽക്കും എന്നുള്ളതാണ്. 4 മുതൽ 6 വരെ തലസ്ഥാനമായ ടെഹ്റാനിൽ ദുഃഖാചരണവും പൊതുദർശനവും. ജൂലൈ 7-ന് ഇറാനിലെ പുണ്യനഗരമായ കോമിൽ ഒരു പ്രത്യേക മതപരമായിട്ടുള്ള ചടങ്ങ്. ജൂലൈ 9-ന് ഖമേനിയുടെ മൃതദേഹം ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ ജന്മനാടും വടക്ക് കിഴക്കൻ നഗരവുമായിട്ടുള്ള മഷാദിൽ സംസ്കരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.